ഇന്ന് നമ്മൾ ഒരു അനൗൺസ്മെന്റ് ആണ് ചെയ്യുന്നത്. അതായത് VFA എക്സാം വരികയാണല്ലോ, അല്ലേ? അപ്പോൾ അതിന് സ്പെഷ്യലായിട്ട് ഉള്ള ഒരു പ്രത്യേക ബാച്ചാണ് നമ്മൾ എന്താകുന്നത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 30 to 40 ഡേയ്സിനുള്ളിൽ നിങ്ങൾ സയൻസിൽ മാക്സിമം PYQ ഡിസ്കസ് ചെയ്യുക, അതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് പഠിക്കുക. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് എന്താകും, സുഖസുന്ദരായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. മറ്റേത് സിലബസ് മൊത്തം കവർ ചെയ്യാൻ, സയൻസ് കവർ ചെയ്യാനുള്ള ഒരു ടൈം ഇപ്പം നിലവിൽ ഇല്ല. ഓക്കെ, ഓൾറെഡി പഠിച്ചു വെച്ചവരുണ്ടാവും. എന്നാൽ കൂടി ഞാൻ പറയുന്നു, ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്താ, നിങ്ങൾ അത് കവർ ചെയ്തിട്ടില്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് ഇത് ഡിസ്കസ് ചെയ്താൽ തന്നെ എന്താവും, നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഇനി കവർ ചെയ്തവരാണെങ്കിൽ ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ, സയൻസ് ടോപ്പിക്ക് ഏതൊക്കെയാണ്? ഒന്ന് ബയോളജി ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ഫിസിക്സ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ബയോളജിയിൽ ഇപ്പോൾ ഒരു സബ് ടോപ്പിക് എടുക്കുക, സിലബസിലുള്ള മനുഷ്യ ശരീരം, അല്ലേ? അപ്പോൾ മനുഷ്യ ശരീരവുമായിട്ട് എന്തൊക്കെ PYQ ചോദിച്ചിട്ടുണ്ടോ അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. പ്രധാനമായിട്ടും 2021 ശേഷം ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. പിന്നെ അതിൽ കണ്ണ് എന്നുള്ള ഭാഗം ഉണ്ടാവും, അതുപോലെ പിന്നെ ചെവി, അങ്ങനെ തുടങ്ങിയ ഓരോ ടോപ്പിക്ക് നമുക്ക് ഉണ്ടാവും. പിന്നെ ബ്രെയിനിനെ കുറിച്ച്, അതൊക്കെ നമുക്ക് എന്താവും ഇതിൽ കവർ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ വേറെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫിസിക്സിൽ പിന്നെ പ്രവൃത്തി എന്നുള്ളൊരു ടോപ്പിക് ഉണ്ട്, അല്ലേ? പ്രവൃത്തി സബ് ടോപ്പിക്. ആ ടോപ്പിക്കിൽ എന്തൊക്കെയാണോ PYക്ക് ചോദിച്ചത് അത് കവർ ചെയ്യും. അപ്പൊ എന്താവും, ഓട്ടോമാറ്റിക് സിലബസും കവർ ചെയ്യാണ്. മനസ്സിലായോ? ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം കവർ ചെയ്ത് പോവാണ്. അതിൽ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻ നമ്മൾ വർക്കൗട്ട് ചെയ്യും, അതുമായിട്ടുള്ള ഫാക്ട്സും പറയും. അപ്പോൾ നിങ്ങൾ പോലും അറിയാൻ നിങ്ങൾ എന്താവും, സിലബസും കവർ ചെയ്യും, PYക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും കവർ ചെയ്യും. ഓക്കെ, അതുപോലെ കെമിസ്ട്രിയിൽ ഇപ്പോൾ പീരിയോഡിക് ടേബിളുമായിട്ട് പല ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്, അല്ലേ? അപ്പൊ അതൊക്കെ ആയിട്ട് നമ്മൾ എന്താവും, ഇപ്പൊ ഹൈഡ്രജനെ കുറിച്ചിട്ടാണ്, ഹൈഡ്രജനും ഓക്സിജനാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. മനസ്സിലായോ? അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ എന്താവും നമ്മൾ കവർ ചെയ്യും. ക്ലിയർ? അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ 40 ദിവസത്തിനുള്ളിൽ നമ്മൾ എന്താവും ഏകദേശം തീർക്കും. 1 അവറാണ് ഡെയിലി ക്ലാസ്. അപ്പോൾ ഒറ്റൊരു അവർ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് 10-12 മണിക്കൂറും പഠിക്കുന്നവരാണെങ്കിൽ ഈ ഒരു അവർ നിങ്ങൾ മാറ്റി വെച്ചാൽ മതി. നിങ്ങൾക്ക് എന്താവും, മൊത്തം സിലബസ് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും വിത്ത് PYQല്. ഓക്കെ, അതാണ് ഇതിന്റെ പ്രത്യേകത. പിന്നെ മറ്റേ കോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടാമത് നമ്മൾ അനൗൺസ് ചെയ്തത് ഇംഗ്ലീഷാണ്. ഓക്കെ, അപ്പൊ ഇംഗ്ലീഷിന്റെ ഓൾറെഡി ഞാൻ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്, പാസീവ് ആൻഡ് ആക്റ്റീവ് വോയിസിന്റെ. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക, അതിന്റെ ചെറിയൊരു ഭാഗം മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, ഇംഗ്ലീഷിന്റെ എന്ന് പറഞ്ഞാൽ ഫുൾ കവർ ചെയ്യണം. ഓക്കെ, സിലബസ് ഫുള്ള് 30 ദിവസത്തിനുള്ളിൽ കവർ ചെയ്യും. ഇതിന്റെ പ്രത്യേകത എന്താ? ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പാസീവ് ആൻഡ് ആക്റ്റീവ് വോയിസ്, അതിനൊരു ട്രിക്ക് ഉണ്ട്. ഞാൻ ഒരു ട്രിക്കിനെ കുറിച്ച് ഞാൻ ആ ക്ലാസ് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ട്രിക്സ് അറിയുന്നവർക്ക് ഇത് വളരെ സിമ്പിളാണ്. ആ ട്രിക്സും അതുമായി ബന്ധപ്പെട്ട PYക്ക് നമ്മൾ സോൾവ് ചെയ്യും. ഓക്കെ, അതാണ് ഇതിന്റെ പ്രത്യേകത. ശരി, അതുപോലെ മറ്റൊന്നാണ് എന്ത്, വേറെ ടോപ്പിക്കാണ് റിപ്പോർട്ടഡ് സ്പീച്ച്. ഇപ്പൊ റിപ്പോർട്ടഡ് സ്പീച്ച് എന്താന്ന് അറിഞ്ഞിട്ട് അതിന്റെ ട്രിക്സ് പഠിച്ചിട്ട് പിന്നെ PYക്ക് ചെയ്യുമ്പോൾ വളരെ സിമ്പിൾ ആവും. അതുപോലെ ക്വസ്റ്റ്യൻ ടാഗ്, ഓക്കെ, പിന്നെ പ്രധാനപ്പെട്ട സിനോണിംസും ആന്റോണിംസും ക്വസ്റ്റ്യൻ മാത്രം, അതായത് ചോദിച്ച ഭാഗം മാത്രം എടുത്തിട്ടുള്ള പരിപാടി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ഇതും 1 അവറാണ് ക്ലാസ്. ഇപ്പൊ 2 അവർ, അതായത് സയൻസിന് 1 അവർ, അതുപോലെ ഇംഗ്ലീഷിന് 1 അവർ. നിങ്ങൾ ജസ്റ്റ് ക്ലാസ്സിൽ ഇരുന്നാൽ മാത്രം മതി. ഇതിന്റെ പ്രത്യേകത വെച്ചാൽ ഒരുപാട് പഠിച്ചവർക്ക് റിവിഷനാണ്, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. അനാവശ്യമായിട്ട് വെറുതെ വാരി വലിച്ച് പഠിക്കുന്ന ഒരു പരിപാടിയെ ഇവിടെ ഇല്ല കേട്ടോ. ഓക്കെ, താല്പര്യമുള്ളവർ എന്താക്കുക, എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക. അതായത് 7907938466, ഈ നമ്പറിലോട്ട് എന്താക്കുക, മെസ്സേജ് അയക്കുക. ഓക്കെ, താങ്ക് യു. നമ്മൾ 2-3 ദിവസത്തിനുള്ളിൽ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യേണ്ടവർ ജോയിൻ ചെയ്യാം. ടൈം വളരെ ലിമിറ്റഡ് ആണ്, VFAക്ക് അധിക ദിവസമില്ല. അപ്പോൾ നിങ്ങളിത് കറക്റ്റ് യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.